സേതു, പ്രധാനമായും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി വൃത്തങ്ങൾ പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കലാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ലഭിച്ച ഈ പണം അത് സോഴ്സ് കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വകമാറ്റിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ഇ ഡി വൃത്തങ്ങൾ പരിശോധന നടത്തുക. അതുതന്നെയാണ് ഇ ഡി പ്രധാനമായും കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. കാരണം 1.72 കോടി രൂപ അത് CMRL എക്സാലോജിക്കിന് നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പണം നൽകിയിട്ടുണ്ട് എന്ന് കർത്തയും അതിനോടൊപ്പം തന്നെ പണം ലഭിച്ചിട്ടുണ്ട് എന്ന് എക്സാലോജിക്കും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 1.72 കോടി രൂപ അത് എവിടെ നിന്നാണ് വന്നത്? അത് പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ലഭിച്ച പണമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്യായമായി ഉണ്ടാക്കിയെടുത്ത പണമാണോ? ആ പണം വെളുപ്പിക്കാൻ, അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരമൊരു നടപടി ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇ ഡി പ്രധാനമായി പരിശോധന നടത്തുന്നത്. അത് വ്യക്തത വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ പണത്തിൻ്റെ സോഴ്സ് കണ്ടെത്തണം. അതിന് ഈ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഒരിടത്തെ രേഖ മാത്രമല്ല, പണം ലഭിച്ച ആളുടെയും പണം കൊടുത്ത ആളുടെ അടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 12 ഇടങ്ങളിൽ ഇ ഡി ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു രേഖ കാണാതായി പോയാൽ, അല്ലെങ്കിൽ എല്ലാ രേഖയും ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇ ഡിക്ക് കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 12 ഇടങ്ങളിൽ ഒരേ സമയത്ത് ഇ ഡി വൃത്തങ്ങൾ പരിശോധന നടത്തുന്നത്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ 12 ഇടങ്ങൾ, ബാംഗ്ലൂരിലെ 2 ഇടങ്ങളിലും സംസ്ഥാനത്ത് 10 ഇടങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ഈ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ മാത്രമാണ് നിലവിൽ പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. വീണയോടക്കം ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്, അതിൻ്റെ വിശദാംശങ്ങൾ, അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ട്രാൻസാക്ഷനുകൾ, അത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉണ്ടെങ്കിൽ അവ പരിശോധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി സ്വാഭാവികമായിട്ടും നോക്കുക. ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ ഒരു ബന്ധപ്പെട്ട രേഖകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വീടുകളിൽ സൂക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ, ഡിജിറ്റൽ വിവരങ്ങളൊക്കെ കൈവശമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവയെല്ലാം പരിശോധിക്കുക, ഒരു വ്യക്തത വരുത്തുക. അതേസമയം ഈ 12 ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രേഖകളുടെയും തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന രേഖകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇ ഡി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പ്രാഥമിക വിവരങ്ങളെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഈ കേസുമായി ഇ ഡി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. അല്ലാത്ത പക്ഷം ഇ ഡി ഈ കേസ് വിട്ടുകളയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ പരിശോധന നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രേഖകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകം. എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം തേടിയാണ് ഇ ഡിയുടെ അന്വേഷണം എന്ന കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം സാധാരണ ഉണ്ടാകാറില്ല. കാരണം ഇതിൽ 1.72 കോടി രൂപ അത് എന്തിന് വാങ്ങി, എന്ത് സേവനം കൊടുത്തതിനാണ് കിട്ടിയത് എന്ന കാര്യത്തിലായിരുന്നു പ്രത്യേക അന്വേഷണം. പക്ഷേ ഈ കാശ് വാങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ രേഖകളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിനപ്പുറം എന്തൊക്കെ രേഖകളാവും ഇ ഡി അന്വേഷിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 12 ഇടത്താണ് ഇ ഡി റെയ്ഡ് നടക്കുന്നത്. ആലുവയിലെ CMRL ഓഫീസിൽ ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം വീണ വിജയൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ഒക്കെയും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ബംഗളൂരുവിലെ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. സരീഷ് പി കെ കൂടെ തുടരുന്നുണ്ട്. നമുക്കിപ്പം സരീഷ്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. നോക്കൂ, ഇതിൽ ഈ കഴിഞ്ഞ ഒരു ഒന്നര ആഴ്ചയ്ക്ക് മുൻപ് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറി, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പരാജയം വന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു. തൊട്ടു പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡി അന്വേഷണത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണ്. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വരികയാണ്. ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് പലയിടങ്ങളിലും. ഇത്രയും ഇപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഘട്ടം പോലും നമുക്ക് എടുക്കാമല്ലോ. ഇപ്പോൾ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പോർമുഖം ഉയർത്തതും ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഇ ഡിക്ക് എന്താണ്
പിണറായി വിജയനോട് ഇത്ര മൃദു സമീപനമെന്ന്? അപ്പോൾ ഈ ഘട്ടത്തിലെ ഈ ED റെയ്ഡിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയില്ലേ സരീഷ്? സരീഷ് കേൾക്കാമോ? സരീഷ് പി കെയിലേക്ക് നമുക്ക് എത്താം. ഇപ്പം നമ്മൾ ഈ കാണുന്ന വിവിധ ഇടങ്ങളിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന EDയുടെ തെളിവെടുപ്പാണ്, EDയുടെ അന്വേഷണമാണ്, EDയുടെ റെയ്ഡാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച റെയ്ഡ് പലയിടത്തും 5:30 മണിക്കും 5:45-5:45-ഒക്കെയും ആരംഭിച്ച റെയ്ഡ് ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുന്നു. തിരുവനന്തപുരത്തെ റെയ്ഡിൽ തിരുവനന്തപുരത്ത് വീണ വിജയനും പിണറായി വിജയനും അടക്കമുള്ളവർ വീട്ടിലുണ്ട്. കോഴിക്കോട്ടെ മുഹമ്മദ് റിയാസിന്റെ വീടാണ് നമ്മൾ കാണുന്ന മറ്റൊരു ഫ്രെയിം. അവിടെ പക്ഷേ മുഹമ്മദ് റിയാസ് ഇല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മാത്രമാണ് ഉള്ളത്. മറ്റൊന്ന് ഈ CMRLന്റെ ഓഫീസുകളിൽ നടക്കുന്ന റെയ്ഡാണ്. ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലും ഓഫീസ് റെയ്ഡ് നടക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി CMRL കേസുമായി ബന്ധപ്പെട്ട് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. കൂടുതൽ രേഖകൾ കണ്ടെടുക്കാനാകും EDയുടെ നീക്കങ്ങളൊക്കെയും. ഇപ്പോൾ ഇതൊരു ബിസിനസ് കരാറാണെന്നും ഈ നടന്നിരിക്കുന്നതൊക്കെയും ഒരു ബിസിനസ് കരാറാണെന്നും അതിൽ SFIയുടെ അന്വേഷണം ഉണ്ട് എന്നും അതുകൊണ്ട് തൽക്കാലം EDയുടെ ഒരു സമാന്തര അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുമായിരുന്നു CMRLന്റെ വാദം കോടതിയിൽ. പക്ഷേ ഈ കമ്പനിയുടെ ഈ വാദം കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ പണത്തിൻ്റെ ഉറവിടം, അതേപോലെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനാണ് നിലവിലെ ED നീക്കം. അത് തന്നെയാണ് ED കോടതിയിൽ ഉന്നയിച്ചിരുന്നതും. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED അന്വേഷണത്തിന് മേലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും കോടതി നീക്കിയത്. മാസപ്പടി കേസിൽ വീണ വിജയന്റെ മകൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷനും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം നടത്താമെന്നുള്ള സുപ്രധാനമായ ഉത്തരവ് കോടതിയിൽ നിന്നും വരുന്നു. പിന്നാലെ റെയ്ഡ് നടക്കുന്നു. ഈ കേസിൽ ഇതുവരെ വീണയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ എത്രയോ നാളുകളായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു വരികയാണ്. ഇത് ഒരു ഘട്ടത്തിൽ നിയമസഭയിലേക്ക് പോലും എത്തിയതാണ്. അന്ന് നിയമസഭയിലേക്ക് ഈ കേസ്, ഈ സംഭവം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ഉയർത്തി ഈ കൈ ശുദ്ധമാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തേക്ക് മാറി, പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. പിന്നാലെ ഇപ്പോൾ വീണ്ടും റെയ്ഡുകൾ നടക്കുകയാണ്. ഈ റെയ്ഡിൻ്റെയൊക്കെ ഇത് എന്തായാലും പ്രധാനമായിട്ടും അന്വേഷിക്കുക. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇടപാടാണ്. അതിൽ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ സമ്മതം വരികയും അതിൻ്റെ രേഖകളൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിനപ്പുറം എന്താണ് ഈ EDയുടെ അന്വേഷണം, അല്ലെങ്കിൽ ED തിരയുന്നത് എന്താണ്, എന്തിൽ വ്യക്തത വരുത്താനാണ് ഈ തിരച്ചിൽ, 12 ഇടങ്ങളിലെ ഒരേ സമയത്തെ തിരച്ചിൽ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വേണം. ഈ ഒരിടത്തും ലോക്കൽ പോലീസിനെ അറിയിക്കാതെയാണ് EDയുടെ പരിശോധന നടക്കുന്നത്. ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഹാൻസെ, നിലവിലെ സാഹചര്യം പറയൂ ഹാൻസ്. ഇപ്പം 2 മണിക്കൂറിലധികമായിരിക്കുന്നു. സേതു, അതുതന്നെയാണ് ഇതിലിപ്പം നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് വീണ ടിയെ, മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ വീണ ടിയെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് എത്ര മണിക്കാണ് തുടങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സേതു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 2 മണിക്കൂർ ഈ പരിശോധന, 2.5 മണിക്കൂർ പിന്നിടുന്നു. 6 മണിക്ക് ED സംഘം ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ സമയം 8:30 മണിയായി. ഇനിയിപ്പോൾ 6 മണിക്ക് തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. എന്തായാലും വീണ ടിയെ നിലവിൽ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. അത് വീടിനകത്ത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അത് ഒരു മുറിയിലാണോ അല്ലെങ്കിൽ വീണയെ മാത്രം ഇരുത്തിക്കൊണ്ടാണോ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്.